എൻ്റെ വീട് ഞാൻ അറിയാവുന്ന പോലെ തന്നെ ആലപ്പുഴ തുമ്പോളി എന്ന് പറയുന്ന സ്ഥലത്താണ്. സെൻറ് തോമസ് ഇടവക, ആലപ്പുഴ രൂപതയിലെ സെൻറ് തോമസ് ഇടവക അംഗമാണ് ഞാൻ. 2019 സിവിൽ സർവീസ് പരീക്ഷ ക്ലിയർ ചെയ്ത് IAS പ്രവേശനം നേടിയത്. സ്കൂളിൽ പഠനം കാലം തൊട്ട് നമുക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു സിവിൽ സർവീസിലേക്ക് വരണമെന്ന്. എന്നാൽ ഇതിനെക്കുറിച്ച് അങ്ങനെ IASകാരുമായിട്ട് നേരിട്ട് പരിചയമോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് വലിയ ധാരണയോ ഒന്നും ഉള്ള ഒരാളായിരുന്നില്ല ഞാൻ. ചെറിയ പുസ്തകങ്ങൾ വായിച്ച് മറ്റുള്ള പരിചയമുണ്ട്. അതിനുശേഷം +2 പഠനത്തിന് ശേഷം MBBS കോഴ്സിന് ചേർന്നു. തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. MBBS പാസ്സായതിനു ശേഷമാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷനിലേക്ക് വരുന്നത്. ഇതിൽ വന്നതിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയത് ഇതൊരു വളരെ ടഫായിട്ടുള്ളൊരു പരീക്ഷയാണ്. വിജയസാധ്യത വളരെ കുറഞ്ഞ, രാജ്യത്ത് തന്നെ ഏറ്റവും ടഫായിട്ടുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അപ്പോൾ ഇതിൻ്റെ സാഹചര്യത്തിലുടനീളം നമുക്ക് ഒരു വിശ്വാസമായിട്ട് അല്ലെങ്കിൽ ഒരു ശക്തിയായിട്ടുണ്ടായിരുന്നത് ദൈവം തന്നെയാണ്. ഓരോ സാഹചര്യത്തിലും നമുക്കിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി തോന്നുക എന്നുള്ളതും അതിനുവേണ്ടി അധ്വാനിക്കാൻ നമുക്ക് സാധിക്കുന്നതുമൊക്കെ ദൈവത്തിൻ്റെ ഒരു കൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, ഈ ഒരു പ്രിപ്പറേഷനിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രഷറിനെ ഹാൻഡിൽ ചെയ്തത്, അതിൻ്റെ ഒരു പലപ്പോഴും അതിൻ്റെ സ്ട്രഗിൾ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഈ അടുത്തിടയ്ക്കും എന്നോട് ചില സുഹൃത്തുക്കൾ അതിനെക്കുറിച്ച് ചോദിച്ചു. ഞാനപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആലോചിക്കുമ്പം അത് ഒരു പരിധിവരെ എന്നെ ബാധിച്ചിട്ടില്ല. അത് ഹാൻഡിൽ ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുമില്ല. അതിന് കാരണം നമുക്കുള്ളൊരു ദൈവത്തിലുള്ളൊരു വിശ്വാസമാണ്. നമ്മൾ പ്രാർത്ഥനയോടെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ നമ്മുടെ കഴിവിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് തയ്യാറെടുക്കുമ്പോൾ അതിന് ഫലമുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറെടുത്തത്. ഇന്ന് പല യുവജനങ്ങളും ഈ പ്രത്യേകിച്ച് നിർമ്മലിൻ്റെ ആ പ്രായത്തിലൊക്കെയുള്ള പിള്ളേർ പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകുന്നൊരവസ്ഥയും ചിലർക്ക് തന്നെ പ്രാർത്ഥിക്കാൻ അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിർമ്മലിൻ്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ചൈതന്യത്തിൽ വളരാൻ സാധിച്ച സാഹചര്യങ്ങൾ എന്താണെന്ന് പറയാമോ? തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് അതിന് കാരണമാകുന്ന കാര്യം. പപ്പയും അമ്മയും നമുക്ക് ആ ഒരു വിശ്വാസ പാരമ്പര്യം അല്ലെങ്കിൽ എന്താണ് ആ ഒരു അന്തരീക്ഷം ഒരുക്കി തന്നു. അപ്പോൾ കുഞ്ഞിലോട്ട് നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു, അറിയുന്നു, പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നു, ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു, എങ്ങനെയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ഒരു റോള് പ്ലേ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നു. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പരിചയമുള്ള മറ്റു പലരുടെയും ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും ഇല്ല നമ്മൾക്ക് ബൈബിളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെ അത് മുൻപൊരു കാലഘട്ടത്തിൽ നടന്ന വിശ്വാസത്തിൻ്റെ കാര്യങ്ങളാണ്. അതേസമയം നമുക്ക് അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ശക്തമായൊരു സാക്ഷ്യമാണെന്ന് വേണേൽ പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു അടിസ്ഥാനപരമായ ബോധ്യവും ഇതൊക്കെ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. പിന്നീട് നമ്മളത് ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിൽ നമ്മൾ തന്നെ അത് പരീക്ഷിച്ച് അത് നമുക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അത് നല്ല ഒരു അനുഭവമായിട്ട് മാറുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അതെൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് പകർത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പുതിയ തലമുറയുടെ പ്രശ്നമല്ല, എനിക്ക് തോന്നുന്നത് ഓരോരുത്തർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസസിൻ്റെ ആയിരിക്കാം. കാര്യം ഇപ്പം അടുത്തിടയ്ക്ക് ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ പലപ്പോഴും വളരെ നന്മയുള്ള ജീവിതം നയിക്കുന്ന ആളുകളല്ലേ പള്ളിയിൽ പോകേണ്ടത് എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ എല്ലാ രീതിയിലും നല്ലതായിട്ട് നടക്കുന്നില്ല, അപ്പം ഞാൻ എങ്ങനെ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കുമെന്ന് എന്നോട് ചോദിച്ചു. ശരിക്കും ഇത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു തെറ്റാണ്. ശരിക്കും പൗലോസ് പറയുന്നത് ഞാൻ പാപികളിൽ ഒന്നാമനാണെന്നാണ്. അപ്പം നമ്മൾ തെറ്റായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് നടക്കുക എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ട്, കുറവുകളുണ്ട്, കുഴപ്പങ്ങളുള്ളതുകൊണ്ടാണ് ഞാനത് പറയുമായിരുന്നു ആളോട്. അപ്പോൾ അത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ആൾക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്കതൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആയിട്ട് തോന്നി. അതാകുമ്പോൾ ശരിയാണ്, കർത്താവിനെ പറയുന്നത് പാപികളെ തേടിയാണ് വന്നതെന്ന്. അപ്പം
പലപ്പോഴും ആളുകൾക്ക് ഇതൊരു ഒരു ഡൈക്കോട്ടമി ആയിട്ട് ഫീൽ ചെയ്യും. ഞാൻ നല്ലതായിട്ട് നിൽക്കുവാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. കർത്താവിന്റെ ശിഷ്യന്മാരെടുത്ത് തന്നെ ഒരുത്തൻ പോലും മര്യാദക്കാണെന്ന് ഇല്ല. അപ്പോൾ നമുക്ക് അത് ശരിക്കൊരു നമ്മൾ നല്ലതായതുകൊണ്ടല്ല, നമുക്ക് നല്ലതാവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അനുഗ്രഹത്തിന്റെ ഒരു വലയത്തിലായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പം പുതിയ തലമുറ എനിക്ക് തോന്നുന്നു പലപ്പോഴും ആളുകൾക്ക് ഇത് രണ്ടും തമ്മിലൊരു രണ്ട് ധ്രുവങ്ങളുള്ള കാര്യമാണ്. പക്ഷേ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിലാണെങ്കിൽ നമ്മൾ ആ ഒരു പ്രാർത്ഥനാ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക, ദൈവത്തിന്റെ അനുഗ്രഹവും ഒരു കരുതലും കരുണയും നമുക്കുണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇനി ബാക്കി പറയാമോ? പഠിച്ചത് ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിലാണ്, മാതാ സീനിയർ സെക്കൻഡറി സ്കൂൾ. അവിടെ നിന്നാണ് നമുക്ക് സിവിൽ സർവീസിൻ്റെ ഒരു ആദ്യത്തെ ഒരു ബിഗിനിങ് കിട്ടുന്നത്. അതിനോടൊപ്പം ചില വൈദികരുടെയൊക്കെ സജഷൻ ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫാദർ ബോബി ജോസ്, ഞങ്ങളുടെ ഇടവകാംഗവും രൂപതാംഗമായ ഫാദർ അലക്സ്, ഈ അച്ഛന്മാരൊക്കെ ഇത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഫാമിലിയാണ്, പപ്പയും അമ്മയാണ് അതിൻ്റെ അകത്തൊരു നമുക്ക് ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കോൺഫിഡൻസ് തരുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരത്തിലുള്ളൊരു പഠന മേഖലയിലേക്ക് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസസ് ആണ് ദൈവത്തിലേക്ക് ചേർത്ത് നിർത്തുന്നത്. നമ്മളിവിടെ ഇപ്പം മുൻപത്തെ എപ്പിസോഡ് കണ്ടവർക്ക് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം പപ്പായ്ക്കൊരു നീറ്റ് എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ഉണ്ടാവും. അപ്പം അവിടെയാണെങ്കിലും പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പഠനത്തിന് വളരെ സാധാരണയായിട്ടുള്ള കുട്ടികൾ അസാധാരണമായിട്ടുള്ള വിജയങ്ങൾ നേടുന്നത് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തികച്ചും അസാധ്യമായ അവസ്ഥകളിൽ നിന്ന്, പഠനാവസ്ഥകളിൽ നിന്നും അസാധാരണ വിജയങ്ങൾ നേടി പോകുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട് വളരെ ലോവർ ലെവലിലുള്ള പിള്ളേർ ഇവിടെ വന്ന് വർഷങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ 60% മാർക്കുള്ള ആളുകൾ മുതൽ നമ്മളുടെ ഒരു റിസൾട്ടിന്റെ ഒരു 60% വരെ ഉള്ള കുട്ടികൾ ഒരു 80% താഴെ മാർക്കുള്ളവരായിരിക്കും എല്ലാ കൊല്ലവും. അപ്പം ഇത് ആദ്യം നമുക്കിതൊരു മിറാക്കിളായിരുന്നു. ഇപ്പം നമുക്കിതൊരു നമ്മുടെ ഒരു യൂഷ്വൽ പാറ്റേൺ തന്നെ ഇങ്ങനെയാണ്. മികവുള്ളവരും നേടുന്നു, മികവില്ലാത്തവരും നേടുന്നു. അപ്പം ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു ബോധം ഉണ്ടാവും. പിന്നെ അതിൽ ഞാൻ വ്യക്തിപരമായി ശ്രമിച്ച കാര്യങ്ങൾ, ഒന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ നമ്മൾ ദേവാലയത്തിൽ പോകാനുള്ള ശ്രമങ്ങൾ പരമാവധി ആത്മാർത്ഥതയോടെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ വലിയ പ്രാധാന്യത്തോടെ കാണുന്നു. അപ്പം അത് എത്രത്തോളം അനുഗ്രഹദായകമായൊരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനെ പരമാവധി അതിനോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും നമ്മളെ പുതുക്കിയെടുക്കുന്ന ഒരു കർമ്മമാണല്ലോ ദിവ്യബലി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി IAS പാസ്സാകുന്ന തലങ്ങളിലൊക്കെയും ചിലപ്പോഴെങ്കിലും വളരെ റിസ്ക് ഉണ്ടാകുമല്ലോ. ചില കാര്യങ്ങളൊക്കെ വളരെ റിസ്ക് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ വരുമല്ലോ. നമ്മളിവിടെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറിയാണല്ലോ ഇതിന് പഠിക്കാൻ പോയത്. അപ്പം അങ്ങനെ ചെന്നപ്പോൾ അവിടെ പുതിയ സിറ്റുവേഷനാണ്, ഇവിടുത്തെ സാഹചര്യങ്ങളല്ല. ആ സാഹചര്യങ്ങളിൽ പോലും ഇവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് എപ്രകാരം സഹായകമായി എന്ന് പറയാമോ? IASന്റെ ഒരു ജോലി എന്ന് പറയുന്നത് അതിൻ്റെതായിട്ടുള്ള റിസ്കുകളും ഓരോ ദിവസവും ഓരോ ചലഞ്ചസും ഉള്ളതാണ്. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഓരോ ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രശ്നമാണ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ അതിനുവേണ്ടി മാനസികമായിട്ട് തയ്യാറായിരിക്കണം. അതല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ തീർച്ചയായിട്ടും നമുക്കൊരു പ്രാർത്ഥനയുടെ ഒരു സപ്പോർട്ടുള്ളത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. കാര്യം എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ദൈവത്തിൻ്റെ ഒരു തുണയുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നുള്ള വിശ്വാസം. പിന്നെ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പം എനിക്കിവിടെ വീട്ടിൽ വിളിച്ച് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും, അപ്പം അമ്മ പറയും ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ആ ഒരു വാക്കും അതിനുവേണ്ടി വെറുതെ പറയുന്നതല്ല, അത് തീർച്ചയായും വളരെ സീരിയസ് ആയിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഭയങ്കരമായൊരു വിശ്വാസത്തോടെ പ്രാർത്ഥനയെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അമ്മ. അപ്പം അത് ചെയ്യുമെന്നുള്ള വിശ്വാസം നമുക്ക് നൽകുന്നൊരു പിൻബലം, ഒരു പിന്തുണ വളരെ വലുതാണ്. അത് പഠിക്കുന്ന സമയത്തായിരുന്നെങ്കിലും അവരുടെ പപ്പയുടെ അമ്മയുടെയും ഒരു പ്രാർത്ഥന വളരെ വലിയൊരു പിന്തുണയായിരുന്നു. കാര്യം
സിവിൽ സർവീസ് നമുക്ക് കിട്ടിയാലേ കിട്ടിയെന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാര്യം എന്തായാലും നമ്മുടെ കൂടെ എഴുതുന്നവരെല്ലാവരും മിടുക്കന്മാർ തന്നെയാണ്. വളരെ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത് വരുന്നവരാണ്. ഒരു 0.01% ആണ് അതിൻ്റെ ഒരു സക്സസ് ചാൻസ് ക്ലിയർ ചെയ്ത് നമ്മൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ. അപ്പോൾ അതിൽ ഓരോ സാഹചര്യത്തിൽ നമ്മൾ വേണമെങ്കിൽ പിന്നിലോട്ട് പോവാം, തോറ്റു പോവാം. 3 ഘട്ടമുണ്ട്, എവിടെ വെച്ച് വേണമെങ്കിലും നമ്മൾ പുറത്താക്കപ്പെടാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ആത്മവിശ്വാസത്തോടെ പൊരുതാൻ സഹായിക്കുന്നത് നമ്മുടെ വീട്ടുകാരുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടൊരു ഇതാണ്. അവർ നൽകുന്നൊരു കോൺഫിഡൻസ്. ഇപ്പം പ്രാർത്ഥനാപരമായിട്ടും അല്ലാതെ നൽകുന്ന സപ്പോർട്ട് പ്രധാനമാണ്. കാര്യം ഇതുപോലുള്ള ആധ്യാത്മിക ജീവിതവും സാക്ഷി ജീവിതം എന്ന് പറയാം, അതാ ഭംഗി. അത് നമ്മുടെ ഈ ജോലിയിൽ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അതിൽ ഒന്ന് നമ്മൾ ഈ നമ്മൾ പഠിച്ച കുറച്ച് മൂല്യങ്ങളുണ്ടല്ലോ. അതായത് ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ചില മൂല്യങ്ങളുണ്ട്. അത് നമ്മളുടെ ജോലി മേഖലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിപ്പോൾ നമ്മൾ ആളുകളോട് കാണിക്കുന്ന ഒരു അപ്രോച്ചിലായിരിക്കും. കാരണം ഇത് കരുണയായിട്ടായിരിക്കാം, നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് എക്സ്ട്രാ മൈല് പോകുന്നതിൽ ആയിരിക്കാം. എനിക്കൊന്ന് അത് നമുക്ക് ചെയ്യാൻ പ്രേരകമാകുന്ന നമ്മൾ പഠിച്ച മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ എന്ന് വെച്ചാൽ ഈ ജോലി വളരെ ട്രിക്കിയാണ്. കാര്യം നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ ആളുകളും യഥാർത്ഥത്തിൽ സഹായം അർഹിക്കുന്നവരാവണമെന്നില്ല. ചിലർ നമ്മളെ ട്രിക്ക് ചെയ്യാൻ വേണ്ടി വരുന്നവരാവും. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ 2-3 തവണ ട്രിക്ഡ് ആയിക്കഴിഞ്ഞാൽ, നമ്മൾ 2-3 തവണ പറ്റിക്കപ്പെട്ട് നമുക്ക് തോന്നിയാൽ പിന്നെ നമുക്ക് ആളുകളെ സഹായിക്കാനുള്ള ഇതും പോകും. കാര്യം നമ്മുടെ മുമ്പിലേക്ക് ഓരോ മണിക്കൂറിലും ആളുകൾ വന്നുകൊണ്ടിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർ ജെനുവിനായ പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരായിരിക്കും, ചിലർ വളരെ കണ്ണിങ് ആയിട്ടുള്ള മനസ്ഥിതിയായിട്ട് വരുന്നവരായിരിക്കും. അപ്പം നമ്മളും സൂക്ഷ്മതയോടെ, ഇപ്പം ബൈബിളിൽ പറഞ്ഞ പോലെ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ വിവേകികളുമായിരിക്കണം. അല്ലെങ്കിൽ നമുക്കും കിട്ടും, പണി കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ സത്യം. ഇതൊരു രസകരമായ ജോലിയാണ് അങ്ങനെ നോക്കുമ്പോൾ. അപ്പം ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് സൂക്ഷ്മത കാണിച്ചാൽ ചില സഹായം അർഹിക്കുന്നവരെ അവോയ്ഡ് ചെയ്യപ്പെട്ടെന്നും വരാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ കടന്നു പോകണം. അപ്പോൾ ചിലപ്പം ചില ആദ്യത്തൊക്കെ ഞാൻ ചില സമയത്ത് സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് തട്ടിപ്പാണ്. നമ്മൾ കുറച്ച് 2-3 ദിവസം അതിൻ്റെ മേലെ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ചിലപ്പം അപ്പം ഇത് നമ്മൾ എന്നാലും വീണ്ടും വീണ്ടും നമുക്കത് ചെയ്യാൻ തോന്നുന്നത് അടിസ്ഥാനപരമായി നമ്മൾ ചേർത്ത് വെക്കുന്ന മൂല്യങ്ങളുടെ ഒരു സാക്ഷ്യമായിട്ടാണ്. ആരും ആളുകളോട് നമ്മൾ കാണിക്കേണ്ട കരുണയും സ്നേഹവും തിരിച്ച് അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നമുക്ക് കിട്ടിയേക്കുന്നത് അത്തരത്തിലുള്ളൊരു ക്രൈസ്തവ ജീവിതത്തിലൂടെ. ഔദാശികമായിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ജീവിതത്തിൽ ഒരു ചലഞ്ചുണ്ട്. കാര്യം കേരളം പോലെ അല്ല ആ ഒരു പഞ്ചാബ് എന്ന സ്ഥലം. കാര്യം ഇപ്പം ഞങ്ങളുടെ ഒരു ജില്ലയിൽ തന്നെ ഒരു ഇടവകയില്ല. ആ ജില്ലയിൽ ഒരു ഇടവകയില്ല. ആ ജില്ലയിലുള്ള ഒരു ചെറിയ ഒരു ചാപ്പൽ മാത്രമാണ്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവാറുണ്ട്. എന്നാലും എല്ലാ ദിവസവും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. കാര്യം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാര്യം അത് പിന്നെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാതെ അങ്ങനെ വേറൊരു രോഗമുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള രസകരമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ആളുകളുടെ അല്ലെങ്കിൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെ ഒരു വിശ്വാസ ജീവിതം കുറെ കൂടെ തീക്ഷ്ണമാണെന്ന് തോന്നുന്നു. ഡീപ്പായിട്ട് ചിലപ്പോൾ അവർക്ക് എല്ലാ ദിവസവും പള്ളിയിൽ വരാൻ വേണ്ടി പറ്റും. പക്ഷെ അവർ ഞായറാഴ്ച ഒരു കുർബാനയിൽ ഈ എന്താ പറയുക, നമ്മൾ ഈ ബൈബിളിലൊക്കെ അപ്പോസ്തല പ്രവർത്തനങ്ങളിലൊക്കെ ആദിമ ക്രൈസ്തവ സമൂഹം എന്നൊക്കെ വായിക്കുമല്ലോ. അവരെക്കുറിച്ച് നമുക്ക് കിട്ടുന്നൊരു പിക്ചറാണ് ഇവരുടെ ഒരു പ്രാർത്ഥന താല്പര്യവും അതിൻ്റെ അകത്തുള്ള ഇൻവോൾവ്മെൻറ്റ്. ബേസിക്കലി പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇത് തോന്നുന്ന കാര്യം, നമ്മൾ ഇവിടെ എന്താണ് 2000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ക്രൈസ്തവ സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ നമ്മളെക്കാളും അടുത്ത കാലത്ത് വിശ്വാസത്തിൽ വന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് വലിയ ബ്രഹ്മാണ്ഡമായ പള്ളികൾ ഉണ്ടാവണമെന്നില്ല, ഭയങ്കരമായ ഉത്സവങ്ങൾ ആഘോഷങ്ങൾ ഉണ്ടാവണമെന്നില്ല, ആചാരപരത ഉണ്ടാവണമെന്നില്ല. പക്ഷെ അപ്പോൾ ഇത് നമുക്കൊരു ലെസണാണ്. ചിലപ്പം ഞാൻ മുമ്പൊരു സ്ഥലത്തായിരുന്നപ്പോൾ അവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പയ്യന്മാരൊക്കെ ഒറ്റയ്ക്കൊക്കെ വന്ന് ഈ ഗ്രോട്ടോയുടെ മുമ്പിലൊക്കെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഈ പോകുന്നതാണ്. ഇവർക്ക് ഈ വർഷങ്ങളുടെ ഇതിൻ്റെ പാരമ്പര്യങ്ങളും ബിബ്ലിക്കൽ നോളജൊക്കെ ഉണ്ടാകത്തില്ല. പക്ഷേ ഇതാണല്ലോ വിശ്വാസം എന്ന് പറയുന്നത് യഥാർത്ഥം. അപ്പം അത് വലിയൊരു ലേണിംഗ് ആണ് അവരെയൊക്കെ കാണാൻ സാധിക്കുന്നത്, അവരുടെ ഒരു വിശ്വാസ ജീവിതം അടുത്തറിയാൻ സാധിക്കുന്നത്.
അവിടുത്തെ വൈദികരുടെ ഇടപെടുമ്പോൾ പോലും അവരും ഒരു മിഷൻ മനോഭാവത്തോടുകൂടെ ആളുകളോട് ചേർന്ന് നിന്നും, എല്ലായിടത്തും സ്കൂളുകളുണ്ട്, അപ്പം ആ ഒരു മനോഭാവത്തോടുകൂടി ചേർന്ന് നിന്ന് ഒരു കുറച്ചുകൂടെ സമൂഹമായിട്ട് അടുത്ത് നിൽക്കുന്ന ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ പോകുന്ന അവരുടെ ഓരോ പ്രശ്നങ്ങൾ അറിയുന്ന ഇടവക വൈദികരെയൊക്കെ കാണാൻ സാധിച്ചു. അപ്പം നമുക്കതൊരു ഒന്ന് ചലഞ്ചിങ് ആണ്, ഒരു ചലഞ്ചാണ് നമ്മുടെ മുമ്പിലോട്ട് വെക്കുന്നത്. രണ്ട് സമയത്ത് ഇതൊരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്.